ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളായി നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷത്തേക്ക് മേലെ ആയിട്ടോ ഒരു വീഡിയോയെങ്കിലും അപ്ലോഡ് ചെയ്തിട്ട്. പല പല കാരണങ്ങൾ കൊണ്ട് വീഡിയോസൊക്കെ ഇടാൻ പറ്റാതെ പോയതാണ്. അപ്പോൾ ഒരു വർഷത്തേക്ക് മുന്നേ എടുത്ത വീഡിയോ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്, എഡിറ്റ് ചെയ്യാതെ അതേപടി. അപ്പോൾ അതൊക്കെ ഇനി വഴിയെ അപ്ലോഡ് ചെയ്യാം. ഇന്നത്തേത് ഒരു വീഡിയോ അല്ല, നമുക്ക് ഇന്ന് 3-4 വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് വീഡിയോ തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബണ്ണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പം ഇതിൻ്റെ തുടർച്ചയാണ് കേട്ടോ ഇന്ന് ഇടാൻ പോകുന്ന അടുത്ത വീഡിയോ എന്ന് പറയുന്നത്. ഈ ബണ്ണി വെച്ചിട്ട് ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റ് കൂടിയാണ് കേട്ടോ അതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 5 മണിക്ക് നമ്മുടെ ചാനലിൽ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വേറൊരു ക്രാഫ്റ്റ് വീഡിയോ കൂടി വരുന്നുണ്ട്. അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, കുറേ നാൾക്ക് ശേഷം ഇടുന്ന വീഡിയോ അല്ലേ, ആദ്യത്തെ വീഡിയോ തന്നെ വളരെ ചെറിയ വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി കേട്ടോ. അതാണ് ഇത്രയും കുഞ്ഞു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഒരു വർഷം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ വോയിസ് ഒക്കെ ഒന്ന് കൊടുക്കുന്നതിലും എഡിറ്റ് ചെയ്യുന്നതിനൊക്കെ ഞാൻ ക്ലിയറായി വരുന്നതേ ഉള്ളൂ. അതിൻ്റേതായ ചില മിസ്റ്റേക്കുകൾ നമ്മുടെ വീഡിയോസിലുണ്ടാവും. അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം മനസ്സിലായില്ലേ, വീഡിയോ കാണുന്നത് പോലെ ഒരു ടിഷ്യൂ പേപ്പറും കുറച്ച് ഒരു 3-4 ഹെയർ ബാൻഡും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരു ബണ്ണി നമുക്കും സെറ്റ് ചെയ്തെടുക്കാം. ഈ ഹെയർ ബാൻഡ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് വളരെ തിന്നായിട്ടുള്ള ഹെയർ ബാൻഡാണ് കേട്ടോ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം അത് കിട്ടിയില്ലെങ്കിൽ നൂലെടുക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ വലിയ കട്ടി കൂടിയ നമ്മുടെ ഈ വൂളൻ ത്രെഡിൽ അതൊക്കെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ സംഭവം ഫ്ലോപ്പായി പോവും. അതിനെക്കാട്ടി നല്ലത് ഇതുപോലത്തെ തിന്നായിട്ടുള്ള നൂലോ അല്ലെങ്കിൽ ഹെയർ ബാൻഡോ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നതായിരിക്കും നല്ലത്. വളരെ സിമ്പിളായിട്ട് വളരെ ക്യൂട്ടായിട്ടുള്ള ബണ്ണി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബണ്ണിയിലെ സ്ട്രക്ചറും ഒക്കെ ഇതാ സെറ്റായി കിട്ടി. ഇനി ഇതിനൊരു കണ്ണും മൂക്കും വായും ഒക്കെ വരച്ചു കൊടുക്കണം. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. കുറേ നാൾക്ക് ശേഷം ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് ആയതുകൊണ്ട് ഫസ്റ്റിലെ തന്നെ എനിക്ക് നല്ല രീതിയിൽ പാളിപ്പോയി. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് ഈ ഒരു കോലത്തിലെങ്കിലും എനിക്ക് ഈ ഒരു ബണ്ണീനെ കിട്ടിയത്. അപ്പം ടിഷ്യൂ പേപ്പറും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് പിന്നിപ്പോവാനോ അല്ലെങ്കിൽ പേപ്പർ കീറിപ്പോവാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഫ്ലോപ്പായി പോകും. എനിക്ക് ആദ്യം ഞാൻ ചെയ്തപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഫ്ലോപ്പായിപ്പോയി. എന്നിട്ട് ഞാൻ വീണ്ടും രണ്ടാമത് ചെയ്തതാണ് കേട്ടോ. ഒന്നിപ്പോഴച്ച രണ്ടെന്നല്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ രണ്ടാമത് ചെയ്തെടുത്തതാണ്. അപ്പോൾ രണ്ടാമത് ചെയ്തപ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു കോലത്തിൽ ഏകദേശം എനിക്ക് വന്ന് കിട്ടിയത്. ഇനി ഞാൻ നമ്മുടെ സാധാ പെണ്ണ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കണ്ണൊക്കെ വരച്ചു കൊടുക്കുന്നത്. സ്കെച്ച് വെച്ചും വരച്ചു കൊടുക്കാം. ഇതിൻ്റെ പേപ്പർ ടിഷ്യൂ പേപ്പർ എന്ന് പറയുമ്പോൾ വളരെ തിന്നല്ലേ, അപ്പോൾ അത് വെച്ച് ഇങ്ങനെ കണ്ണും മൂക്കൊക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ ഇട്ടിങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അത് സ്പ്രെഡായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതാണ് കേട്ടോ ഈ ബോൾ പോയിന്റ് പേന യൂസ് ചെയ്തിട്ട് കണ്ണും മൂക്കും വായും ഒക്കെ വരച്ചു കൊടുക്കുന്നത്. കണ്ണും മൂക്കും വായൊക്കെ വരച്ച് കൊടുത്തപ്പോഴത്തേക്ക് ഇതിനെ കുറച്ചുകൂടെ ഒന്ന് ക്യൂട്ടാക്കാനായിട്ട് ഞാൻ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മുഖത്ത് 2 സൈഡിലും 2 ഈ ഡോട്ടില്ലേ ആദ്യം ഡോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു കളർ സ്കെച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാൻ ഈ സ്കെച്ച് വെച്ചിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തത്. ജസ്റ്റ് ഒരു ഡോട്ട് ഇടുമ്പോൾ തന്നെ അത് അത്യാവശ്യം നല്ല രീതിക്ക് സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ സ്കെച്ച് യൂസ് ചെയ്യുന്നവർ സൂക്ഷിക്കുക.